ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോട്ട് വീണ്ടും സ്വാഗതം. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ എങ്ങനെയുണ്ടെന്നൊന്നും കമന്റ് ചെയ്യാൻ മറക്കല്ലേ ആരും. അപ്പം ഇന്ന് രാവിലെ ഞാനൊരു യാത്രയിലാണ്. യാത്ര എന്ന് വെച്ചാൽ വേറെ എങ്ങോട്ടില്ല, നമ്മുടെ ആലപ്പുഴ IMS-ലൊന്ന് പോകണമായിരുന്നു. അപ്പം IMS ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് ഒരുപാട് നാളായി. ഞാൻ ഒരു വട്ടം അവിടുത്തെ അച്ഛനെ വിളിക്കാൻ എനിക്കൊരു പ്രാർത്ഥന സഹായം പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു ഒരു ദിവസം നേരിട്ടൊന്ന് വരണോന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ രാവിലെ ഞങ്ങളുടെ സ്ഥലത്തു നിന്നുള്ള നമ്മുടെ കുണ്ടൂരിൽ നിന്നുള്ള 5:40-ന്റെ ബസ് കയറി. പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് ഞാനിങ്ങനെ കണ്ടക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാഡം ഇങ്ങനെ IMS-ൽ ഇറങ്ങാനാന്ന് ചോദിച്ചപ്പോ ആ മാഡത്തിന് IMS എവിടാന്ന് അവർക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ പലവൂരെന്ന് പറഞ്ഞാലും പലവൂരാന്ന് വെച്ചപ്പോ ആ സ്ഥലം പോലും ആ കണ്ടക്ടറിന് അറിയത്തുള്ള വേറൊരു സത്യം. ഞാൻ സത്യം പറഞ്ഞത് കേട്ടപ്പം അതിശയം എന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന കണ്ടക്ടർമാർക്ക് ഉള്ള സ്ഥലങ്ങൾ അറിയത്തില്ലേന്ന് വെച്ചപ്പോഴത്തേനും ചിലപ്പോ അവർ ഈ സ്ഥലക്കാരല്ലായിരിക്കും, എങ്കിലും അവര് ഡെയിലി യാത്രകൾ പോകുന്നവരില്ലേ, അപ്പൊ അവർക്ക് അറിയാതിരിക്കാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പൊ അവരെന്നോട് പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നോ, നോക്കിയിരുന്നോ, എവിടെ ഏതാന്നുള്ളത് നോക്കിക്കോ, എന്നിട്ട് സ്ഥലം എത്തുമ്പോ ഇറങ്ങിക്കോളാൻ എന്നോട് പറഞ്ഞു. ഞാൻ ഓക്കെയും പറഞ്ഞായിരുന്നു. എന്നിട്ട് പിന്നെ കായംകുളമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം 3 പേരിരിക്കുന്നതിനകത്ത് ഞാൻ ഇരുന്നുകൊണ്ട് പിന്നെ അടുത്തിരിക്കുന്നതെല്ലാം മയങ്ങിയപ്പം നമുക്ക് സ്വാഭാവികം ഉറക്കം വരില്ല. അങ്ങനെ ഞാൻ മയങ്ങിയപ്പോഴത്തേക്കും കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നൊരു പേടിച്ചെന്നൊക്കെ ഞാൻ കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോഴത്തേനും സ്ഥലം എത്തിയിട്ടില്ല, ആലപ്പുഴ പോലും ആയിട്ടില്ലായിരുന്നു. പിന്നെ സമാധാനമായിട്ട് ഞാൻ ഇരുന്നു. പക്ഷെ എനിക്ക് പറ്റിയൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, അപ്പം മാപ്പ് എടുത്ത് അതിൽ സെർച്ച് ചെയ്തപ്പം പലവൂരാണ് എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം. അതാണ് ഞാനിത് ടിക്കറ്റും എടുത്ത് വെച്ചിരുന്നത്. അപ്പം സംഭവം എന്ന് വെച്ചാൽ അവിടെ സ്റ്റോപ്പ് ഇല്ലായിരുന്നു. എന്നിട്ടും ഈ കണ്ടക്ടറോട് പറഞ്ഞു, മാഡം പലവൂർ എത്തുമ്പോൾ ഒന്ന് ഇറക്കണേന്ന് പറഞ്ഞിട്ട് ഇവര് ചെയ്തില്ല. ഇവര് ചെയ്യേണ്ട അവസാനം ഞാൻ ഒരു സ്റ്റോപ്പ് മുന്നേ കൊണ്ടുവന്ന് ഇവരെന്നെ ഇറക്കി. മുന്നേ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് എനിക്കാണെങ്കിൽ അവിടെ നിന്ന് നടന്നു വരാൻ പറ്റില്ല, അത്രയ്ക്ക് ദൂരമുണ്ട്. അപ്പം ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് തിരിച്ച് ഞാൻ പള്ളിയിൽ വന്നപ്പോഴത്തേനും അവിടുത്തെ രാവിലത്തെ കുർബാനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വൈകുന്നേരമേ ഉള്ളൂ എന്ന് അവരപ്പോൾ പറഞ്ഞ് ഞാൻ ആകെ വിഷമത്തിലായി. പിന്നെ കുറേ നേരം അവിടെ പോയിരുന്നു, മാതാവിനോട് ഈശോയോടൊക്കെ പ്രാർത്ഥിച്ച് അവിടെ എല്ലാം ചുറ്റുവട്ടം എല്ലാം ചുറ്റി കണ്ട്, അവിടുത്തെ കുറച്ച് അന്തേവാസികളെ കാര്യങ്ങളെല്ലാം കണ്ട് കുറെ പിന്നെയും പറഞ്ഞൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞാൻ ഇറങ്ങിയത് അവിടുന്ന്. ഞാൻ 8:45 അവിടെ എത്തിയെങ്കിൽ ഏകദേശം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു 9-9:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചു ഇനിയിപ്പോ തിരിച്ചു പോകുന്നത് ശരിയല്ലല്ലോ, എന്തായാലും വന്നതല്ലേ എന്നും കരുതി കൃപാസനത്തിൽ പോകാം എന്ന് കരുതി ഞാൻ പിന്നെ കൃപാസനത്തിലോട്ടും ഒരു വണ്ടി കയറി. അപ്പൊ വണ്ടി കയറാനൊക്കെ അവിടെ നിൽക്കുന്നത് ഭയങ്കര ക്ഷാമമാണ്. സൂപ്പർ ഫാസ്റ്റ് ഒന്നും നിർത്തത്തില്ല, പിന്നെ ഫാസ്റ്റ് നിർത്തും, അല്ലാതെ ബസ്സും ഉണ്ട്. പക്ഷെ നമുക്ക് കൃപാസനം വരെ പോകണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റിലേ പറ്റത്തുള്ളൂ. അങ്ങനെ എന്താ പറയാ, അങ്ങനെ കുറേ നേരം ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ബസ് കിട്ടിയത്. അടുത്ത പോകാനുള്ള ബസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയത്. ഞാനങ്ങ് വല്ലാണ്ട് വിഷമത്തിലായി പോയി. അങ്ങനെ സന്തോഷമായിട്ട് തന്നെ ഞാൻ പോയിട്ടും വന്നു. IMS-ൽ പോയിട്ട് വരാം എന്നുള്ള ഒരു ഭാഗ്യത്തിൽ കൃപാസനത്തിലോട്ടും പോകാൻ എനിക്ക് സാധിച്ചതിൽ ഒരുപാട് നന്ദി. അങ്ങനെ തിരിച്ച് ഞാൻ വന്നപ്പോൾ സിസ്റ്ററെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ തിരുവനന്തപുരംകാരിയാണ്. അപ്പം സിസ്റ്ററോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. കായംകുളം എത്തിയപ്പോൾ ഞാൻ ഇറങ്ങി. അപ്പം പിന്നെ എനിക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഓർഡിനറി. അപ്പം എന്തായാലും വലിഞ്ഞു തിരിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു നേരമാവും. അപ്പം എന്താ പറയാ, പോയ എന്റെ ഒരു കാര്യം വേറൊന്നും പറയണ്ട. എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ, സീ യു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കൂടെ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നിങ്ങളുടെ ലൈക്ക് തരാനും മറക്കണ്ട. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.